ഹായ്, ഞാൻ മറ്റൊരു വീഡിയോയുമായാണ് വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ തയ്യാറാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്, ബട്ടർ ഇത്രയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് അത് നന്നാക്കി കൊടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിലൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഈ രീതിയിലൊന്ന് ആക്കിയെടുക്കാം. നമ്മളിതിനകത്തിട്ട് പൊടിക്കുന്ന സമയത്ത് ശരിയായി ഈ രീതിയിലാക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം തന്നെ അത് ബട്ടറും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരാ മെൽറ്റായി കിട്ടുന്നുണ്ട്. ഈ പരിപാടി നമുക്ക് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് മെൽറ്റായി കണ്ടില്ല. ഇതൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജാറിലോട്ട് നമുക്ക് ഇങ്ങനെ കടലേക്ക് എടുക്കാം. 1/2 കിലോയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ രീതിയിലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ രീതി പോരാ. നമുക്ക് നല്ലതുപോലെ നനച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്ക് നല്ല ഹൈ സ്പീഡിൽ ഇടാൻ പറ്റില്ല, ചെറിയ രീതിയിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ പൊടിച്ചെടുക്കണം. നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് അപ്പം നമ്മൾ ആദ്യം ചോക്ലേറ്റാണ് ഇട്ടത്, ഞാൻ ബട്ടർ അല്ലായിരുന്നു. ഇത് അല്പം ബട്ടറും കൂടി കൊടുത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമുക്കിത് ഈ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പാകം. എന്നാൽ കൂടി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് കണ്ടല്ലോ. ബട്ടറും ചേർത്ത്, ചോക്ലേറ്റും ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനെന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ചേർത്തേക്കല്ലേ, എന്നാൽ കൂടി ഒരു നുള്ളും കൂടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പാകമായിട്ടുണ്ട്. നമുക്കിത് എന്താ, ഇതാണ് പാകം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയും ബ്രെഡിലൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.